പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൊഴിൽ തട്ടിപ്പിനിരയായ കോഴിക്കോട് സ്വദേശി കംബോഡിയയിൽ കുടുങ്ങി. പേരാമ്പ്ര കൂത്താളി സ്വദേശി രാജീവനാണ് കുടുങ്ങിയത്. തായ്ലാന്റിൽ ജോലി നൽകാമെന്ന് കബളിപ്പിച്ച് ഒരു സംഘം കംബോഡിയയിൽ എത്തിക്കുകയായിരുന്നു. രാജീവനിൽ നിന്നും 1.84 ലക്ഷം രൂപയും കൈക്കലാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഇന്ത്യൻ എംബസിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഈ മാസം 14-ന് രാജീവൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നെന്നും അവശനാണെന്ന് അറിയിച്ചെന്നും മകൾ വൈഷ്ണവി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ജൂൺ 10-ാം തീയതിയാണ് അച്ഛൻ തായ്ലൻഡിലേക്ക് പോകുന്നത്. ഈ സെപ്റ്റംബർ 14-ാം തീയതിയാണ് അച്ഛൻ മിസ്സിംഗ് ആകുന്നത്. സെപ്റ്റംബർ 14 വൈകുന്നേരം വരെ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം അച്ഛന് യാതൊരു വിവരവുമില്ല. 2 മാസമായി ഇപ്പം അച്ഛൻ മിസ്സിംഗ് ആയിട്ട്. എല്ലാ അധികാരികൾക്കും ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. എംപിക്കും MLAയ്ക്കും മുഖ്യമന്ത്രിക്കും പിന്നെ പ്രധാനമന്ത്രിക്കും ഒക്കെ ഇമെയിൽ വഴിയും ലെറ്റർ വഴിയൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അച്ഛൻ്റെ യാതൊരു വിവരവും ഇല്ല. അതിനുശേഷം സെപ്റ്റംബർ മാസത്തിൽ തന്നെ അച്ഛൻ ഉള്ള സ്ഥലത്തു നിന്ന് ഒരു മലയാളി ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവർ റൂമിൽ നിന്ന് കൊണ്ടുപോയാന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വിട്ടതിന് ശേഷം അവിടുന്ന് ഇവർ പിന്നെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ഈ 2 മാസത്തിൽ കഴിഞ്ഞ 14-ാം തീയതിയാണ് അച്ഛൻ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആൾക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടിട്ട് ആരോഗ്യനില ഗുരുതരാണെന്ന് പറഞ്ഞ് പിന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അച്ഛന് മരണം വരെ സംഭവിക്കുന്നതാണ് പറഞ്ഞത്. അച്ഛൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. ജൂൺ 10-ാം തീയതിയാണ്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിലിഷ തിലകൻ ചേരുന്നുണ്ട്. ദിലിഷ, കോഴിക്കോട് നിന്ന് മറ്റൊരു തൊഴിൽ തട്ടിപ്പിന്റെ വാർത്ത കൂടി പുറത്തു വരികയാണ്. എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, ഈ തൊഴിൽ തട്ടിപ്പിനിരയായിട്ട് വീണ്ടും ഒരു മലയാളി കൂടി കംബോഡിയയിൽ കുടുങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പേരാമ്പ്ര കൂത്താളി സ്വദേശിയായ രാജീവനാണോ ഇപ്പോൾ കംബോഡിയയിൽ കുടുങ്ങിയത്? തായ്ലൻഡിൽ ജോലി ശരിയാക്കാം എന്ന് പറഞ്ഞ് സമീപിച്ച ഒരു സംഘമാണ് ഈ രാജീവനെ കംബോഡിയയിൽ എത്തിച്ചിരിക്കുന്നത്. കംബോഡിയയിൽ മറ്റ് 5 ഇന്ത്യക്കാർക്കൊപ്പമാണ് രാജീവൻ കുടുങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജയിലിലാണ് എന്നാണ് ഒടുവിൽ ലഭിച്ച വിവരം എന്ന് ഭാര്യ സിന്ധു നമ്മളോട് ഒരു വിവരം പങ്കുവെക്കുകയുണ്ടായി. ഈ തായ്ലൻഡിൽ ജോലി ശരിയാക്കാം എന്ന് പറഞ്ഞ് പത്തനംതിട്ട സ്വദേശികളായ മുരളിയും അതുപോലെ ജോർജിനുമാണ് രാജീവനെ സമീപിക്കുന്നത്. രാജീവനിൽ നിന്ന് ഇവര് 1,84,000 രൂപ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൈക്കലാക്കിയിട്ടുണ്ട് എന്ന് കുടുംബം നമ്മളോട് പറയുന്നുണ്ട്. ഈ ജൂൺ 10-നാണ് നാട്ടിൽ നിന്നും തിരിച്ച് ബാങ്കോക്കിൽ ജോർജിന്റെ അടുത്ത് രാജീവൻ എത്തുന്നത്. ഇവിടെ നിന്നും വെസ്റ്റേൺ കംബോഡിയയിലെ പോയ്പറ്റ് എന്ന സ്ഥലത്തേക്ക് രാജീവനെ കൊണ്ടുപോയിട്ടുണ്ട്. ജോലി ഓൺലൈൻ തട്ടിപ്പ് കമ്പനിയിലാണ് എന്ന് മനസ്സിലായതിനെ തുടർന്ന് രാജീവൻ ഇവരുമായി അവിടെ നിന്ന് വാക്കേറ്റം ഉണ്ടായതായിട്ടും ഒരു വിവരം ലഭിക്കുന്നുണ്ട്. പാസ്പോർട്ടും തന്റെ രേഖകളെല്ലാം തന്നെ തിരികെ വാങ്ങി പിന്നീട് ഇവിടെ നിന്ന് രാജീവനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതും ഒടുവിൽ ജയിലിൽ അകപ്പെട്ടു എന്നുമാണ് വീട്ടുകാർ പങ്കുവെക്കുന്ന വിവരം. നവംബർ 14-ന് രാജീവന്റെ മകൾ വൈഷ്ണവി സൂചിപ്പിച്ചതുപോലെ തന്നെ നവംബർ 14-ന് രാജീവൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. മകളുമായി വളരെ കുറഞ്ഞ സമയം മാത്രമാണ് രാജീവൻ സംസാരിച്ചത്. വീട്ടുകാർ പറയുന്നതനുസരിച്ച് രാജീവൻ വളരെ അവശ നിലയിലായിരുന്നു എന്നാണ് സംസാരത്തിൽ നിന്ന് വീട്ടുകാർക്ക് മനസ്സിലായിരിക്കുന്നത്. രാജീവനെ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിക്കും എല്ലാം തന്നെ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. ഈ രാജീവനെ നേരിൽ കാണാൻ വേണ്ടി എംബസി ഉദ്യോഗസ്ഥർ ശ്രമവും നടത്തുന്നുണ്ട്. ഭാര്യ സിന്ധു നൽകിയ പരാതിയിൽ ഇപ്പോൾ പെരുവണ്ണാമൊഴി പോലീസ് രാജീവനെ കംബോഡിയയിലേക്ക് കൊണ്ടുപോയ മുരളിക്കും ജോർജിനുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. ഗൗതം, നിലവിൽ ഇപ്പോൾ രാജീവൻ ജയിലിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഓൺലൈൻ തട്ടിപ്പ് കമ്പനിയിലാണ് ജോലി എന്നറിഞ്ഞതോടെ രാജീവൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് സാധിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ രാജീവനെ കുറിച്ച് കുടുംബത്തിനോ മറ്റാർക്കുമോ വേറൊരു വിവരവും ഇതുവരെയും ലഭ്യമായിട്ടില്ല. ശരി ദിലിഷ, ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കംബോഡിയയിൽ കുടുങ്ങിയ യുവാവിന്റെ വാർത്താ വിശദാംശങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്നും ദിലിഷ തിലകൻ.